ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, എന്താണ് ചേച്ചി ഇൻട്രൊഡക്ഷൻ ചെയ്യാത്തതെന്ന് ചോദിച്ച്. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാമെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു 3-in-1 റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചിനും നമുക്ക് സ്കൂളിലോ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും അതുപോലെ ഡിന്നറിനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണിത്, അവൽ ഉപ്പുമാവ്. പക്ഷേ അവൽ ഉപ്പുമാവ് നമ്മൾ എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അല്ലേ, പോഹ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും നമ്മുടെ നാടൻ രീതിയിൽ അവൽ ഉപ്പുമാവ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അടിപൊളി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉപ്പുമാവിനായിട്ട് ഞാനിവിടെ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ള അവലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്ന അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ടാരിയുടെ അവലല്ലേ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ 2 കപ്പ് അവലാണ്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 പിടി വരും കേട്ടോ. 4 വലിയ പിടി അവൽ ആ ഒരു കണക്കിൽ എടുത്താൽ മതി. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 2-3 പേർക്ക് കഴിക്കാനുള്ള അത്രയും ഉപ്പുമാവ് ഉണ്ടാവും. ആദ്യം ഈ അവൽ ഒന്ന് സോഫ്റ്റ് ആക്കണം. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ അവൽ നനച്ചെടുക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഒത്തിരി കുതിർന്നു പോകാതെ കറക്റ്റായിട്ട് നനച്ചെടുക്കാൻ പറ്റും. അപ്പോൾ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വയ്ക്കുക. എന്നിട്ട് അവൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അവലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ചൂട് വെള്ളമൊന്നുമല്ല, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധാ വെള്ളമാണ്. ഇത് ഈ അവലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒഴിക്കണം കേട്ടോ, ഒരുപോലെ നനഞ്ഞ് കിട്ടണം. വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല, ഞാൻ ഏകദേശം ഒരു 1.5 കപ്പാണ് ഒഴിച്ചത്. അപ്പോൾ അവലിൽ കുറച്ച് വെള്ളം പിടിച്ചിട്ട് ബാക്കിയുള്ളതങ്ങ് താഴെ പോവും. ഇതിങ്ങനെ ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോൾ അവൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകാതെ കറക്റ്റ് പരുവത്തിന് നനഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും അവൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലയൊക്കെ റെഡിയാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്, ഞാൻ പറഞ്ഞല്ലോ നാടൻ ടേസ്റ്റിലുള്ള ഉപ്പുമാവാണ്, അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇടാം. ഇനി അതിനകത്തോട്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വലിയ സവോള ആണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, നിറം ഒന്നും മാറണ്ട. സവോള നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. വറ്റൽമുളക് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും എടുത്ത് മാറ്റാൻ പറ്റും, കാരണം അറിയാൻ പറ്റും. പക്ഷേ പച്ചമുളക് അങ്ങ് വെന്ത് ആ മസാലയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചപ്പ് മാറണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. 1 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1-2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും 2-3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. പച്ചക്കറികളെല്ലാം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നതാണ് നല്ലത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ പീസൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. കായത്തിൻ്റെ ചെറിയൊരു ഫ്ലേവർ മതി, അപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ പച്ചപ്പൊന്ന് മാറണം. ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു 1/2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിനകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകണ്ട, ജസ്റ്റ് ആ പച്ചക്കറികൾ ഒന്ന് വേവാനുള്ള അത്രയും വെള്ളം മാത്രം ഒഴിക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പാണ് ഒഴിച്ചത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഒത്തിരി വെന്ത ഉടഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി.
ഏറ്റവും ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് ഒക്കെ ഇടുമ്പോൾ ഇത് വെന്ത് കിട്ടും. നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് 5 മിനിറ്റ് ആയി. ഇപ്പോൾ കണ്ടോ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്തങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ. പച്ചക്കറികളൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം നനച്ച് വെച്ച അവലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ അവൽ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ? അപ്പോൾ കഴിക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവലെല്ലാം ഇതിനകത്തേക്ക് ഇടാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചുവന്ന അവൽ വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ. ചുവന്ന അവലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണത്. കൂടുതൽ ഹെൽത്തി ചുവന്ന അവലാണ്. എൻ്റെ കയ്യിൽ നിന്നിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ള അവൽ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണ്. ആദ്യം മസാലയിൽ മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ, അപ്പോൾ അവൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ കുറവായിട്ട് തോന്നും. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒട്ടും കുഴഞ്ഞു പോകത്തൊന്നുമില്ല, ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടും. ആദ്യം ആ അവൽ നനയ്ക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ബദാമോ കശുവണ്ടിയോ കപ്പലണ്ടിയോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിനെ ഒരു 1 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഇപ്പോഴല്ലേ അവൽ ചേർത്തത്, അപ്പോൾ ആ മസാലയിലുള്ള ഫ്ലേവർ എല്ലാം അവലിലോട്ടൊന്ന് വരാനായിട്ടാണ് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അവൽ ഉപ്പുമാവ് റെഡിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണിത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 3-in-1 റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിൽ കൊടുത്തുവിടാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടാക്കാം. ഡിന്നറിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഇത് നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാവും. പിന്നെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല ഹെൽത്തിയുമാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അച്ചാർ കൂട്ടി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.